നെവിൻ ക്വിറ്റ് ചെയ്തോ? എന്താണ് സംഭവം? പറയാം. അതിൻ്റെ പിറകിൽ നടന്ന നാടകീയ സംഭവ വികാസം എന്ത്? എല്ലാം ചർച്ച ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് പോകാം. ബിഗ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് എനിക്ക് പറയാനുള്ളത്, നെവിൻ ക്വിറ്റ് ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് നെവിൻ ക്വിറ്റ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെവിൻ തന്നെയാണ് ക്വിറ്റ് ചെയ്തിരിക്കുന്നത്, വേറെ ആരുമല്ല. നെവിൻ തന്നെയാണ് ക്വിറ്റ് ചെയ്ത് പോയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് എപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ലൈവിനകത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. നാളത്തെ ലൈവിനകത്തായിരിക്കും നമുക്കത് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അതായത് നാളത്തെ ലൈവ് ഒരു രക്ഷയുണ്ടാവില്ല. എൻ്റെ പൊന്നുമക്കളെ, നിന്ന് കത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് കത്തും നാളത്തെ ലൈവ്. അമ്മാതിരി സംഭവകാശമാണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് അരങ്ങേറിയിട്ടുള്ളത്. അമ്മാതിരി രൂക്ഷമായ ഒരു സംഭവകാശമാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയതെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അത്രയ്ക്കും രൂക്ഷമായൊരു സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതായത് ജിസേൽ, അനു, നെവിൻ ഇവർ 3 പേർക്കും ഇടയിലുണ്ടായ വഴക്കാണ് സംഭവ കാരണം എന്നാണ് അറിയാൻ സാധിച്ചത്. അതാണ് നെവിൻ്റെ ക്വിറ്റിലേക്ക് എത്തിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, അതായത് ഇതിന് ചൊല്ലിയിട്ട് നമ്മുടെ ബിഗ് ബോസിനെ വരെ എതിർക്കുന്ന ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയെന്നും അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ നെവിനെ കൺസൾഷൻ റൂമിലേക്ക് ഈ പ്രശ്നത്തെ ചൊല്ലി വിളിക്കുന്നുണ്ട്. എന്നിട്ട് നെവിൻ കൺസൾഷൻ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് നമ്മുടെ നെവിൻ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ക്വിറ്റ് ചെയ്യൂ, ഇനി ഇങ്ങനെയൊന്നും ഇവിടെ പറ്റില്ല എന്നാണ്. ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. അങ്ങനെയാണ് അറിഞ്ഞത്. എനിക്ക് പറയാനുള്ളതെന്നല്ല, അങ്ങനെയാണ് അറിഞ്ഞത്. അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ, അല്ലേ? അങ്ങനെയായിരിക്കാം. എന്തായാലും നമുക്ക് നാളത്തെ ലൈവിനകത്ത് അത് വിശദമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെവിൻ ആ സമയത്തെടുത്ത തീരുമാനം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത്, ആ സമയത്ത് നമ്മുടെ നെവിൻ എടുത്ത തീരുമാനം മണ്ടത്തനായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് തോന്നിയത് ആ സമയത്തെ ദേഷ്യവും വാശിപ്പുറത്ത് ചെയ്തൊരു മണ്ടത്തരമാണ് നെവിൻ ക്വിറ്റ് ചെയ്യാനുള്ളത് കാരണമായത്. കാരണം ആ സമയത്ത് നെവിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വാശി ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ ക്വിറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് നെവിനെ നയിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു മണ്ടത്തരായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നെവിൻ പോയതിൻ്റെ പിന്നിൽ നമ്മുടെ ജിസേലും അനു നെവിനും ഇവർ 3 പേരുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അല്ലാതെ വയ്യാതെ പോയതൊന്നുമല്ല, ക്വിറ്റ് ചെയ്തതാണ്. ഓക്കെ, അത് നമുക്ക് നാളത്തെ ലൈവിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയതാണ്. അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പതിയെ അങ്ങനെ തുടങ്ങിയ പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ നെവിൻ്റെ ക്വിറ്റിൽ നിന്നത് എന്നുള്ളതാണ്. അത് പിന്നീട് വളർന്ന് ഭയങ്കര രൂക്ഷമായ ഒരു പ്രശ്നത്തിലേക്ക് ചെന്നപ്പെടുകയും നെവിൻ ക്വിറ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, ഇനി അതായത് നെവിനെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ. കാരണം എനിക്കൊരുപാട് വിഷമമായി ഇതറിഞ്ഞപ്പോൾ. കാരണം ഇത്രയും നന്നായിട്ട് ഫൺ എൻ്റർടൈൻമെൻറ്റ് തന്നിരുന്ന ഒരാളായിരുന്നു നെവിൻ. നന്നായി കളിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത്രയും അതായത് ഇത്ര ബിഗ് ബോസ് വീട് ഉണർന്ന് തന്നെ നെവിനൊരു ഈ ചിരിയും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റും മൂപ്പര് തന്നിരുന്നു. അതുകൊണ്ട് നെവിൻ്റെ ഈ ക്വിറ്റ് ചെയ്യാനുള്ള തീരുമാനം ശരിക്കും വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് പുള്ളിക്കാരൻ തന്നിട്ടുള്ളത് 100% തന്നിട്ടുള്ളത് ഫൺ എലമെൻറ്റും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ അൺഫോർച്ചുനേറ്റ്ലി നെവിൻ ക്വിറ്റ് ചെയ്തു. അതാണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. ഞാൻ പിന്നെയും പറയുന്നു, നെവിൻ വയ്യാതെ ഒന്നും പോയതല്ല, ക്വിറ്റ് ചെയ്ത് തന്നെയാണ്. അതായത് ഇവർ 3 പേരുള്ള തമ്മിലുള്ള വഴക്ക് തന്നെയാണ് ഇതിനകത്ത് കാരണമായി മാറിയത്. അതായത് ഈ രാവിലെ മുതൽ നടന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത്
രാവിലെ തന്നെ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവർ 2 പേരും തമ്മിൽ, ഇവർ 3 പേരും തമ്മിൽ ചെറിയ ചെറിയ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഇതിനെ ചൊല്ലി ഒരു വിഷയത്തിൽ ഒരു വിഷയം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതെന്താണെന്ന് പറയുന്നില്ല. ഒരു വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു. അതായത് സംഭവവികാസം ഇങ്ങനെ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയ സമയമായിരുന്നു. അത് പിന്നീട് അങ്ങോട്ട് പടർന്ന് പന്തിച്ച് വലിയൊരു സംഭവവികാസത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വഴക്കാകുകയാണ് ചെയ്യുന്നത്. അതിരൂക്ഷമായ വഴക്കെന്ന് വേണമെങ്കിൽ പറയാം. അതിരൂക്ഷമായ വഴക്കിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിന് അറുതി യാകുന്നേ ഇല്ല, അതായത് അറുതി വരുന്നില്ല. അതുപോലെ തന്നെ അതിനകത്ത് ബിഗ് ബോസ് വരെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഒരു പരിപാടി, അതായത് ബിഗ് ബോസ് വീട്ടിൽ ഒരു പരിപാടി നടക്കാൻ സാധിക്കുന്നില്ല. അതായത് ഒരു പരിപാടി നടക്കുന്നില്ല, ഈ വിഷയം നിന്ന് കത്തുകയാണല്ലോ. അപ്പോൾ അതായത് അതിനകത്തൊരു പരിപാടിയും ഒരു ടാസ്ക് ആയാലും എന്തായാലും ഒന്നും നടക്കാൻ സാധിക്കുന്നില്ല, കാരണം ഈ വിഷയം നിന്ന് കത്തുന്നതുകൊണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ നെവിനെ കൺസെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പ്രകാരം പറയുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ തീരുമാനം ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നു, എനിക്ക് പറ്റില്ല ബിഗ് ബോസ്, ഞാൻ പോകുന്നു എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് നമ്മുടെ നെവിൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് ഇറങ്ങി പോവുകയാണ്. ഇതാണ് നമുക്ക് നാളെ ലൈവിനകത്ത് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത പ്രമോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.